രാം നാരായൺ രാം. ഒരു നാടകത്തിൽ ഒരാൾ രാജാവിന്റെ വേഷമിട്ടു. അന്നിക്കു ഞാൻ 8 വയസ്സായിരുന്നു. ഞാൻ ആ നാടകം കാണാൻ പോയി. ആ രാജാവിന് എപ്പോഴും കുരുമുളക് വേദന ഉണ്ടാവും. വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണയായി അർദ്ധരാത്രിയിലാണ് കുരുമുളക് കൂടുതൽ വരുന്നത്. എന്നാൽ അവൻ അത് ശ്രദ്ധിച്ചില്ല. കിടക്കയിൽ കിടന്നുപോയി വേഷം ചെയ്തുകൊണ്ടിരുന്നു. രാത്രി കഴിഞ്ഞു. അവൻ തന്റെ വീട്ടിലാണ് എന്ന് വിചാരിച്ചു. സംഭാഷണങ്ങൾ കേട്ട് അവൻ പറഞ്ഞു, എനിക്ക് വളരെ കുരുമുളക് വരികയാണ്. എന്നാൽ അവന്റെ എല്ലാ വാക്കുകളും അകത്തുൾക്കളിയായി. ഞാൻ വിചാരിച്ചു, ഇതും നാടകത്തിന്റെ ഒരു ഭാഗമാണോ? അവൻ സംസാരിച്ചു കൊണ്ടിരുന്നു, കുരുമുളക് വലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആരും അവന്റെ വാക്കുകൾ മനസ്സിലാക്കാനായില്ല. നാമും ഇതുപോലെ ദിശ മറക്കുന്നു. സ്നേഹം, സൗഹാർദ്ദം, മറ്റെന്തോ എല്ലാം കുരുമുളക് പോലെയാകുന്നു. നമ്മുടെ ശരീരത്തിൽ ചൂട് വർദ്ധിച്ചാൽ കുരുമുളക് വരും. അപ്പോഴാണ് നാം ചിന്തിക്കുന്നത്, എന്തിനു കഴുകി? ഈ കുരുമുളക് നമ്മെ അലട്ടുന്നു. ഇവിടെയെല്ലാം കുരുമുളകാണ്. എന്ത് ചെയ്താലും എല്ലാ കാര്യങ്ങളിലും ദുഃഖം, തെറ്റിദ്ധാരണ. ജ്ഞാനമില്ലാതെ വഴിയാത്ര ചെയ്യുമ്പോൾ ചില അന്തർ വന്നു വണ്ടി കയറാം എന്ന് പറഞ്ഞാൽ അതെല്ലാം അവ്യക്തമാകുന്നു. ആരെ ശരിയായ വഴി കിട്ടിയിട്ടില്ല.